ടൈറ്റാനിക് 1912 വർഷം ഒരു മഹാദുരന്തത്തിലാണ്ടുപോയ ആ മഹത്തായ കപ്പലിൻ്റെ പേര് നമുക്കെല്ലാം അറിയാം. എന്നാൽ ആ പേര് നമുക്ക് കൂടുതൽ സുപരിചിതമാക്കി തന്നത് ആ ഒരു സംഭവമല്ല. കാരണം ആ സംഭവത്തിൻ്റെ കാലഘട്ടത്തോ അതിനടുത്തെങ്ങും നമ്മൾ ജീവിച്ചിരുന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ദുരന്തമായി മാത്രമേ നമുക്കതിനെ അറിയാവൂ. എന്നാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് 1997 നവംബർ മാസം പുറത്തിറങ്ങിയ ഒരു വമ്പൻ ഹോളിവുഡ് സിനിമയിലൂടെയാണ്. ജെയിംസ് ക്യാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന ചിത്രം നമുക്കെല്ലാം അറിയാമായിരിക്കും. നമ്മുടെ മനസ്സിൽ ടൈറ്റാനിക് എന്നുള്ള പേര് കേട്ടാൽ തന്നെ വരുന്നത് യഥാർത്ഥ ടൈറ്റാനിക് അല്ല, ഈ സിനിമയും അതിലെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ടൈറ്റാനിക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം, 1997 ഉണ്ടായിരുന്നവർക്കറിയാം, ഒരു വൻ തരംഗം തന്നെയായിരുന്നു. വെറും ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമല്ല, ഒരു മഹത്തായ വിശുദ്ധമായ ഒരു പ്രണയത്തിൻ്റെ കഥ കൂടെയാണ് ടൈറ്റാനിക് നമുക്ക് പറഞ്ഞു തന്നത്. ശരിക്കും ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു. പ്രണയമാണ് ഇപ്പോഴും പലരുടെയും മനസ്സിൽ നിൽക്കുന്നത്. ദുരന്തത്തിനേക്കാളും അപ്പുറം ടൈറ്റാനിക്കിലെ പ്രണയമാണ്. ടൈറ്റാനിക്കിലെ പ്രണയം മഹത്തായ ഒരു സംഭവമായാണ് എല്ലാവരും കാണാൻ ട്രെൻഡായി മാറി. അതിലെ പല സീനുകളും പല ഡയലോഗ്സും പല ഫോട്ടോസും ഒക്കെ. കാരണം പ്രണയത്തിനെ നമ്മൾ നിർവചിക്കുമ്പോൾ പ്രണയത്തിന് ആയുസ് ഒരു പ്രശ്നമാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. കാരണം ഒരുപാട് നാളുള്ള പ്രണയത്തിന് മാത്രമേ ഒരു വിലയുള്ളൂ. അതാണ് ശരിയായ പ്രണയം. ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് നാളുകൾ വേണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ടൈറ്റാനിക്കിലെ പ്രണയത്തിൻ്റെ ആയുസ് വെറും 48 മണിക്കൂർ മാത്രമാണ്. അത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. 48 മണിക്കൂർ മാത്രം നീണ്ട, 2 ദിവസം മാത്രം ദൈർഘ്യമുള്ള, കടലിൽ തന്നെ തുടങ്ങി കടലിൽ തന്നെ അവസാനിച്ച ഒരു പ്രണയത്തിൻ്റെ കഥയാണ് ടൈറ്റാനിക് പറയുന്നത്. അത് സിനിമ കണ്ടാൽ നമുക്ക് അത് തോന്നില്ല. സിനിമ കണ്ടാൽ നമുക്ക് ആ പ്രണയത്തിന് വലിയൊരു ആയുസ്സുള്ളതായും അവർ തമ്മിൽ എത്രയോ നാളത്തെ പരിചയമുള്ളതായും നമുക്ക് തോന്നും. പക്ഷെ വെറും ദിവസങ്ങൾ മാത്രം, 3 ദിവസം എന്തോ യാത്ര ചെയ്ത ടൈറ്റാനിക്കിലെ 2 ദിവസത്തെ പ്രണയത്തിൻ്റെ കഥയാണ് ആ സിനിമ പറയുന്നത്. അത് മറ്റൊരു പ്രത്യേകത. അത് അഭിനയിച്ച ജാക്കിനെയും റോസിനെയും നമുക്ക് മറക്കാനാവില്ല. അവരുടെ നിമിഷങ്ങൾ നമുക്ക് മറക്കാനാവില്ല. അപ്പോൾ ടൈറ്റാനിക് ഞാൻ ആ സിനിമയെ പറ്റി പറയാനാണ് വന്നത്. ആ സിനിമയുടെ റിവ്യൂ ഒന്നുമല്ല. ആ സിനിമയെ പറ്റി നമുക്കാർക്കും അധികം അറിയാത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ടൈറ്റാനിക് ആ സിനിമ എങ്ങനെ ഉണ്ടായതാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ ഫിലിപ്പിയൻസിൻ്റെ ഒരു ഓണാശംസ നിങ്ങൾക്കെല്ലാം തരികയാണ്. ഹാപ്പി ഓണം ടു ആൾ. നമുക്ക് തുടങ്ങാം ടൈറ്റാനിക്കിലേക്ക്. ടൈറ്റാനിക് സിനിമ ഉണ്ടായത് എങ്ങനെയാണ്? ടൈറ്റാനിക്കിൻ്റെ സൃഷ്ടിയുടെ പ്രധാന 90% ഉത്തരവാദി ജെയിംസ് ക്യാമറോൺ എന്ന് പറയുന്ന മഹത്തായ എഴുത്തുകാരനും സംവിധായകനുമാണ്. നമുക്കെല്ലാം അറിയാം, ടൈറ്റാനിക് ജെയിംസ് ക്യാമറോണിൻ്റെ ടൈറ്റാനിക് എന്നാണ് പറയുന്നത്. അവിടെയെല്ലാം സംവിധായകരുടെ പേരിൽ തന്നെയാണ് സിനിമ അറിയപ്പെടുന്നത്. അതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. ജെയിംസ് ക്യാമറോൺ 1991 ആ വർഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു മഹത്തായ ഒരു കിടിലം പടം റിലീസായി കഴിഞ്ഞു. ടെർമിനേറ്റർ 2 ദ ജഡ്ജ്മെൻറ്റ് ഡേ അത് റിലീസായി. അതിൻ്റെ ഒരു വിശ്രമവേളയിൽ ഇദ്ദേഹം എ നൈറ്റ് ടു റിമെമ്പർ എന്ന് പറയുന്ന ഒരു സിനിമ കാണുകയുണ്ടായി. 1958 ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ചിത്രമാണ് എ നൈറ്റ് ടു റിമെമ്പർ. ഈ നൈറ്റ് ടു റിമെമ്പറിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് തന്നെ ടൈറ്റാനിക് ഡിസാസ്റ്റർ തന്നെയാണ്. ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ കഥ പറയുന്ന ഒരു പഴയ മൂവിയാണ് എ നൈറ്റ് ടു റിമെമ്പർ. ഈ സിനിമ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇദ്ദേഹം തീരുമാനിച്ചത് പുതിയ കാലത്ത് പുതിയ ടെക്നോളജി വെച്ച് ടൈറ്റാനിക്കിൻ്റെ കഥ വീണ്ടും ഒന്ന് പറയാൻ ആഗ്രഹിച്ചു അദ്ദേഹം. അങ്ങനെയാണ് ടൈറ്റാനിക്കിൻ്റെ പിറവി. തുടർന്ന് 5 വർഷത്തെ അതിമാരകമായ ഒരു റിസർച്ചിന് പോയി ക്യാമറോണിൻ്റെ റിസർച്ച് വെറും സാധാരണ പുസ്തകങ്ങൾ മറിച്ചുകൊണ്ടുള്ള റിസർച്ച് അല്ല. യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ സർവൈവേഴ്സ്, അതായത് ടൈറ്റാനിക്കിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്തി അവരിൽ നിന്നും തൻ്റെ സർവൈവ് ചെയ്ത അപ്പൂപ്പൻ, അച്ഛൻ എന്നുള്ള ആളുകൾ, അതായത് അവരുടെ കുടുംബക്കാർ, ടൈറ്റാനിക്കിൽ നിന്നും വന്ന യഥാർത്ഥ ആളുകൾ പറഞ്ഞ കഥയും സാഹചര്യങ്ങളും ഡയലോഗുകളും ഇതെല്ലാം മനസ്സിലാക്കി യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് മനസ്സിലാക്കി. അതേപോലെ 12 പ്രാവശ്യം അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളിലേക്ക് യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി ജെയിംസ് ക്യാമറോൺ. 12 തവണ ഡൈവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഡൈവിങ് മീൻസ് മെഷീൻസിലൂടെ ഡൈവ് ചെയ്ത് പോയി യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പുറത്ത് വന്ന് പൊട്ടിക്കരയുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം ഈ അവശിഷ്ടങ്ങൾ കണ്ടപ്പോഴാണ് യഥാർത്ഥ ഡിസാസ്റ്ററിൻ്റെ ആ ഒരു ഗ്രാവിറ്റി, ആ ഒരു ആക്കം എന്താണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയത്. എത്ര ഭീകരമായിരുന്നു ആ ദുരന്തം എന്ന് മനസ്സിലാക്കിയത് ആ ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ പുറത്തു വന്ന അദ്ദേഹം കണ്ണുനീരൊഴുക്കിയ ഒരു കഥയുണ്ട്.
അതുപോലെ ഈ നമ്മൾ ടൈറ്റാനിക് സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ആ ഒരു മുങ്ങിക്കിടക്കുന്ന കപ്പലിൻ്റെ ഫൂട്ടേജസ്, ഷോട്ടുകൾ, അത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം കടലിനുള്ളിൽ പോയി എടുത്തത് തന്നെയാണ്. ഈ 12 പ്രാവശ്യമായിട്ട് ഇദ്ദേഹം പോയി എടുത്ത ഷോട്ടുകളാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്ക രംഗങ്ങളിൽ നമ്മൾ കാണുന്ന യഥാർത്ഥ ഡിസാസ്റ്ററിൽപ്പെട്ട ടൈറ്റാനിക്കിൻ്റെ രംഗങ്ങൾ. അല്ലാതെ അത് വെറും ഗ്രാഫിക്സ് ആണ്, CG ആണ് എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. ജെയിംസ് ക്യാമറോൺ കടലിനുള്ളിൽ യഥാർത്ഥത്തിൽ പോയി എടുത്ത ടൈറ്റാനിക്കിൻ്റെ ഷോട്ടുകളാണ് സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അതൊക്കെയാണ് ഇദ്ദേഹം നടത്തിയ റിസർച്ച്. അതുപോലെ ഇദ്ദേഹം പല പാസഞ്ചേഴ്സും സർവൈവേഴ്സിൻ്റെ വീടുകളിലൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ യഥാർത്ഥ കഥാപാത്രങ്ങൾ പല സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥ സാഹചര്യത്തിൽ സർവൈവേഴ്സ്, ഈ തിരിച്ചു വന്നവർക്കറിയാമല്ലോ. അപ്പോൾ ഈ പല കാര്യങ്ങളും തൻ്റെ ഇപ്പോൾ അച്ഛൻ അവസാനമായി മകളോട് എന്താണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഒരുപാട് ഈ സിനിമയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജെയിംസ് ക്യാമറോൺ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പല ആക്ടേഴ്സും പറയുന്ന ഡയലോഗ്സ്, ഫിക്ഷണൽ ആക്ടേഴ്സ് കുറച്ചുണ്ട്, ജാക്കും റോസും ഒന്നും യഥാർത്ഥത്തിലുള്ള ആളുകളല്ല. പക്ഷേ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ജാക്ക് ഡോസൺ, അതായത് ജെ ഡോസൺ എന്ന പേരുള്ള ഒരു വ്യക്തി, അത് ജോസഫ് ഡോസൺ ആണ്. ജെ ഡോസൺ, അതായത് ഓൾമോസ്റ്റ് ജാക്കിൻ്റെ അതേ പേരുള്ള മറ്റൊരു വ്യക്തി ആ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജാക്കും റോസും തികച്ചും സാങ്കല്പികമായ കഥാപാത്രങ്ങളാണ്. അവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായ യാതൊരു ബന്ധവുമില്ല. എന്നാൽ മറ്റ് ചില കഥാപാത്രങ്ങൾ, 150ഓളം വരുന്ന മറ്റ് ചില കഥാപാത്രങ്ങൾക്ക് യഥാർത്ഥ കഥാപാത്രങ്ങളുടെ പേരും അവരുടെ ഡയലോഗുകളും ഉൾപ്പെടെ ക്യാമറോൺ കൊടുത്തിട്ടുണ്ട്. 180 എക്സ്ട്രാ ക്യാരക്ടേഴ്സ് അവർക്ക് യഥാർത്ഥ ഈ ടൈറ്റാനിക്കിലെ യഥാർത്ഥ യാത്രക്കാരുടെ പേരും സംഭാഷണവും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 150ഓളം വ്യക്തികൾക്ക് പേരും ഡയലോഗ്സും കൊടുത്തിട്ടുണ്ട്, യഥാർത്ഥ ആളുകളുടെ പേരും ഡയലോഗ്സും. അങ്ങനെ ഇതിൽ കാണുന്ന പല എക്സ്ട്രാ സബ് ക്യാരക്ടേഴ്സും റിയൽ ആയിട്ടുള്ളവരാണ്. പിന്നെ അത് കഴിഞ്ഞ് റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇനി കപ്പലിൻ്റെ മോഡൽ ഉണ്ടാക്കണം. യഥാർത്ഥ കപ്പലിനെ പോലുള്ള ഒരു ടൈറ്റാനിക്കിൻ്റെ വമ്പൻ മോഡൽ സൃഷ്ടിച്ചാണ് ഈ സിനിമയിൽ കാണിക്കുന്ന ടൈറ്റാനിക്കിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വെറും ടൈറ്റാനിക് അല്ല, യഥാർത്ഥ ടൈറ്റാനിക് കപ്പലിൻ്റെ കമ്പനിയിൽ പോയി അവരുടെ ആർച്ചൈവ്സിൽ പോയി യഥാർത്ഥ കപ്പലിൻ്റെ ഡോക്യുമെൻറ്റ്സ് തപ്പിയെടുത്ത് അതേ മോഡലിൽ തന്നെയാണ് സിനിമയിൽ കാണുന്ന ടൈറ്റാനിക്കിൻ്റെ ആ ഒരു മോഡൽ ഉണ്ടാക്കിയത്. ഒറിജിനൽ ഷിപ്പിൻ്റെ ബ്ലൂ പ്രിൻ്റ് വെച്ച് തന്നെയാണ് സിനിമയിലെ ഷിപ്പിൻ്റെ മോഡലും ഉണ്ടാക്കിയിരിക്കുന്നത്. സെറ്റുകളിൽ വമ്പൻ സെറ്റുകളിൽ ഒന്നാണ് ഈ സെറ്റുകൾ. അതുപോലെ ഇതിൽ കാണുന്ന പല മുറികളും കോറിഡോറുകളും എല്ലാം റിയലാണ്. ഇങ്ങനെയുള്ള മുറികളും കോറിഡോറുകളൊക്കെ ടൈറ്റാനിക്കിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ സെയിം ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് ഇതിലുള്ള മുറികൾ, കോറിഡോറുകൾ, സ്റ്റെപ്സ്, പിന്നെ പല പല ഹാളുകൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പലതും വെള്ളത്തിൽ നശിക്കുന്ന സീനുകളുമുണ്ട്. വമ്പൻ സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഷോട്ടിൽ വെള്ളം കയറ്റി അതിനെ താറുമാറാക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. കാരണം ഒറ്റ ഷോട്ടേ യൂസ് ചെയ്യാൻ പറ്റൂ, കാരണം റീടേക്ക് പറ്റില്ല. കാരണം ഒരു ഷോട്ടിൽ വെള്ളം വന്ന് സെറ്റ് നശിപ്പിച്ചാൽ പിന്നെ ആ സെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ ഷോട്ടിൽ തന്നെ പല സെറ്റുകളും പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. ഒടുവിൽ ടൈറ്റാനിക്കിൻ്റെ സെറ്റൊന്നും മിച്ചമുണ്ടായിരുന്നില്ല, അതാണ് സത്യം. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ബഡ്ജറ്റ്, ഒരു മാരകമായ ബഡ്ജറ്റായിരുന്നു സിനിമയ്ക്ക്. 20 കോടി US$. അന്നത്തെ കാലത്ത് 1997 20 കോടി US$ ആയിരുന്നു ബഡ്ജറ്റ് സിനിമയുടെ. 20th Century Foxന്റെ കയ്യിൽ നിൽക്കാത്ത ബഡ്ജറ്റ് തന്നെയായിരുന്നു. ഒരിക്കലും ഇത്ര ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് വരും എന്ന് നമ്മളെ പ്രൊഡക്ഷൻ കമ്പനിയായ 20th Century Fox പോലും കരുതിയില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥ കപ്പലിൻ്റെ, യഥാർത്ഥ ടൈറ്റാനിക്കിൻ്റെ ചിലവിനും മുകളിലാണ് സിനിമ ടൈറ്റാനിക്കിൻ്റെ ചിലവ് എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യമാണ്. 1912 യഥാർത്ഥ ടൈറ്റാനിക് ഉണ്ടാക്കിയ ബഡ്ജറ്റിനെക്കാട്ടും മുകളിലാണ് സിനിമ ടൈറ്റാനിക് സിനിമ ഉണ്ടാക്കിയതിൻ്റെ ബഡ്ജറ്റ്. അതാണ് ഹോളിവുഡ്, അതൊരു വൻ ബിസിനസ് കൂടിയാണ്. അങ്ങനെ പിന്നെ എന്ത് പറയാൻ, പിന്നെ കാസ്റ്റിംഗ്, ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്തപ്പോൾ നമ്മുടെ പ്രധാനമായും ഒരു ചർച്ചയിൽ നിന്നത് നമ്മുടെ നായക കഥാപാത്രമായ ജാക്ക് ഡോസൻ്റെ റോൾ ചെയ്യാൻ ആര് എന്നുള്ളതാണ്. ലിയോണാർഡോ ഡികാപ്രിയോ ആണ് ഈ സിനിമയിൽ ആ കഥാപാത്രം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത്. ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രം. എന്നാൽ ഇതിനു വേണ്ടി പല നടന്മാരെയും സജസ്റ്റ് ചെയ്യുകയുണ്ടായി, സെലക്ട് ചെയ്യുകയുണ്ടായി, ഓഡിഷൻ നടത്തുകയുണ്ടായി. അവരുടെ പേരുകൾ ഞാൻ ഒരുമിച്ച് പറയാം. ഒന്ന് മാത്യു മെക്കണാഗെ, നമുക്കെല്ലാം അറിയാം, ഇൻ്റർസ്റ്റെല്ലാറിലെ നടനാണ് മാത്യു മെക്കണാഗെ. അദ്ദേഹത്തിന് ഒരു സജഷൻ വന്നിരുന്നു ഈ സിനിമ, പക്ഷേ എന്തോ അദ്ദേഹത്തിന് പറ്റിയില്ല. പിന്നെ രണ്ടാമത് ക്രിസ്ത്യൻ ബെയിലിനെ ഓഡിഷൻ ചെയ്തു ഈ റോളിന് വേണ്ടി, സെലക്ട് ആയിട്ടില്ല. പിന്നെ ജോണി ഡെപ്പിന് ഈ റോള് സെലക്ട് ചെയ്ത് കൊടുത്തു, പക്ഷേ ജോണി ഡെപ്പ് ഇതിനെ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. ജോണി ഡെപ്പിന് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു കഥാപാത്രം
ആയിരുന്നു ജാക്ക് ഡോസന്റെ കഥാപാത്രം. പക്ഷേ ഇദ്ദേഹം ലൈഫിലൊടുവിൽ ഈ ഒരു തൻ്റെ തെറ്റായ ഈ തീരുമാനത്തെ ഓർത്ത് ഒരുപാട് ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. ലോക പ്രശസ്തമായ ഈ കഥാപാത്രം തട്ടിക്കളഞ്ഞ ഒരു തീരുമാനം ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ജോണി ഡെപ്പ് പറയുകയുണ്ടായി. നമുക്കെല്ലാം അറിയാം ജാക്ക്, റോസ്, ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും മുഖം പോലും നമ്മൾ ആരും മറക്കില്ല. പിന്നെ കേറ്റ് വിൻസ്ലെറ്റ്, സുന്ദരിയായ കേറ്റ് വിൻസ്ലെറ്റ് ആണ് റോസിൻ്റെ ക്യാരക്ടർ ചെയ്തത്. റോസിൻ്റെ ക്യാരക്ടേഴ്സിന് ഒരുപാട് വേറെ സജഷൻസ് ഒന്നുമില്ല. ജെയിംസ് ക്യാമറോൺ അറിയിച്ചു, കേറ്റ് തിരിച്ചും മറുപടി അറിയിച്ചു, താങ്കൾക്കും തനിക്കും ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്നറിയിച്ചു. അങ്ങനെ കേറ്റാണ് ഇത് ചെയ്തത്. പിന്നെ എന്ത് പറയാൻ, പിന്നെ അതിന് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയായി. ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് സീൻസിൻ്റെ കാര്യമൊക്കെ പറയാം. ഇതിലെ പ്രധാനപ്പെട്ട കുറേ സീനുകൾ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയാം. ആദ്യമായി ഞാൻ പറയുന്നത്, ഈ സിനിമയിലെ സെൻസേഷണലായി മാറിയ നല്ലതും ചീത്തയുമായിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് കിട്ടിയ ഒരു ന്യൂഡ് സീനുണ്ട്. കേറ്റ് വിൻസ്ലെറ്റ് നഗ്ന ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു പെയിൻറ്റിങ് സീൻ, ജാക്ക് റോസിൻ്റെ പടം വരയ്ക്കുന്ന ഒരു സീൻ, വൃത്തികേട് എന്ന് വരെ നമ്മുടെ നാട്ടുകാർ പറഞ്ഞ് അധിക്ഷേപിച്ച ഒരു രംഗമാണ്. ടൈറ്റാനിക്കിലെ വൃത്തികെട്ട രംഗം എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു സീനാണ് ആ സീൻ. ആ സീനിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ പലർക്കും ഉള്ള ഒരു ചോദ്യമാണ്, യഥാർത്ഥ നടി തന്നെയാണോ ഈ ഒരു സീനിൽ ന്യൂഡായിട്ട് അഭിനയിച്ചത്? അതിന് വല്ല കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണോ, അതോ ബോഡി ഡബിൾ ആണോ, ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിപ്പിച്ചതാണോ? ഇല്ല, 22 വയസ്സുകാരിയായ കേറ്റ് വിൻസ്ലെറ്റ് തൻ്റെ സ്വന്തം ശരീരം തന്നെയാണ് ആ സിനിമയിൽ നഗ്നമായി പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ജെയിംസ് ക്യാമറോൺ ആ സീനിനെ പറ്റി പറഞ്ഞു, കേറ്റിന് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ലായിരുന്നു. കേറ്റ് പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ നമ്മളെ ഡിക്കാപ്രിയോയും കേറ്റും തമ്മിൽ ഫസ്റ്റ് കമ്പൈൻ ചെയ്ത ഫസ്റ്റ് ഷൂട്ട് ചെയ്ത സീനാണ് ഇത് എന്ന് പറയപ്പെടുന്നു. അത് വളരെ മോശമായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞത്. പിന്നെ ഇന്ത്യൻ പ്രിന്റുകളിൽ അവരുടെ ന്യൂഡിറ്റി കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. എന്നാൽ എങ്കിൽ പോലും അതിനെ മോശപ്പെട്ട ഒരു സീനായി പറയുന്നു. ഒരിക്കലും ആ സീൻ മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു കവിത പോലെ തന്നെ മനോഹരമായ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ടൈറ്റാനിക്കിലെ ആ ഒരു സീനും. കഥയിൽ നല്ല പ്രാധാന്യമുള്ള മനോഹരമായ നല്ലൊരു സീൻ തന്നെയാണ്. അതിനെ അധിക്ഷേപിക്കുന്നത് മോശമായൊരു കാര്യമാണ്. അതുപോലെ വേറൊരു കാര്യം, ആ പടം വരയ്ക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഒരു കൈ ആ ചിത്രം ഇങ്ങനെ സ്കെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് കൈ മാത്രമേ കാണുന്നുള്ളൂ. ആ കൈ ലിയോനാർഡോ ഡിക്കാപ്രിയോ അല്ലെങ്കിൽ ജാക്കിൻ്റേതല്ല. ആ കൈയുടെ ശരിക്കുള്ള ഉടമസ്ഥൻ നമ്മളെ സംവിധായകൻ ജെയിംസ് ക്യാമറോണാണ്. കാരണം ജെയിംസ് ക്യാമറോൺ തന്നെയാണ് റോസിൻ്റെ ഈ പടം യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വരച്ചത്. അദ്ദേഹത്തിൻ്റെ കൈയാണ് നമ്മൾ ആ ക്ലോസപ്പിൽ കാണുന്ന ഷോട്ടിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം റിയലായി വരച്ച പടമാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഒരു ചിത്രകാരൻ കൂടിയുണ്ട് എന്നുള്ളതും വ്യക്തമായി. നമ്മൾ കാണുന്ന റോസിൻ്റെ നഗ്നമായ ആ ഒരു ഇമേജ് യഥാർത്ഥത്തിൽ വരച്ചത് സിനിമയ്ക്ക് വേണ്ടി ജെയിംസ് ക്യാമറോൺ എന്ന നമ്മളെ സംവിധായകനും എഴുത്തുകാരനുമാണ്. അപ്പോൾ അതാണ് ആ രംഗത്തിൻ്റെ ഉള്ളിലെ സത്യം അതാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ ടിപ്പിൽ പോയി അവർ വേറൊരു ഫേമസ് ആയിട്ടുള്ള സീനാണ്. ഒരു എല്ലാ പോസ്റ്റേഴ്സിലും വരുന്ന ടൈറ്റാനിക്കിൻ്റെ എല്ലാ പോസ്റ്റേഴ്സിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട സീനാണ്. ടൈറ്റാനിക്കിൻ്റെ ആ ഷിപ്പിൻ്റെ ഫ്രണ്ട് ടിപ്പിൽ പോയി നിന്നിട്ട് അവരെ കൈ വിടർത്തിക്കൊണ്ട് പറക്കുകയാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സീൻ. രണ്ടുപേരും ഐ ആം ഫ്ലൈയിങ് എന്ന് കേറ്റ് പറയുന്ന ആ ഒരു സീനാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ സീൻ. ഈ സീൻ ഷൂട്ട് ചെയ്തത് CG ഉപയോഗിച്ചിട്ടല്ല. ഈ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി യഥാർത്ഥ ഈവനിങ് സൺസെറ്റിൻ്റെ സ്കൈ വേണം എന്ന് ക്യാമറോൺ വാശി പിടിച്ചു. ദിവസങ്ങളോളം അവർ വിചാരിച്ചു, കാര്യം നടന്നില്ല. കാരണം ക്ലൗഡി ആയിരുന്നു സ്കൈ, ആകാശം മുഴുവൻ മേഘം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇങ്ങനൊരു അന്തരീക്ഷം അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ കാത്തിരുന്ന് ഏറ്റവും ഒടുവിൽ ഒരുവിധം ഇങ്ങനെയുള്ള ഒരു ആകാശം റെഡിയായി വന്നപ്പോൾ ക്രൂ എല്ലാം കൂടെ സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിന്നു. മേഘം മാറിയപ്പോൾ അവർ നിന്നു, വീണ്ടും മേഘം വന്ന് കവറായി. അങ്ങനെ ആ ഷോട്ട് എടുക്കാൻ പറ്റാതെ അവർ നിരാശരായി. എല്ലാം പാക്കപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആകാശം വീണ്ടും ക്ലിയർ ആവുകയായിരുന്നു. അങ്ങനെ അവർ വിചാരിച്ച അതേ ആകാശം കിട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ 8 മിനിറ്റിനുള്ളിൽ ആ ഒരു ഷോട്ട് വളരെ വേഗത്തിൽ അവർ എടുത്തു തീർത്തു. ആ സിനിമയിലെ ഏറ്റവും ധൃതി കാണിച്ച് എടുത്ത ഒരു സീനാണ് ആ സീൻ. ഒരുപാട് റിഹേഴ്സലൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. ആ റിഹേഴ്സലിലൂടെ അവർ കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡിയാക്കി വെച്ചിരുന്നു ക്യാരക്ടേഴ്സ്. പെട്ടെന്ന് 8 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത, വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു സീനാണത് എന്ന് ക്യാമറോൺ പറയുന്നു. ഏറ്റവും ബുദ്ധിമുട്ടും അതായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഒട്ടും പ്രിപ്പയർഡ് ആവാതെ സംഭവിച്ച ഒരു കാര്യമാണ്. പിന്നെ CG ഉപയോഗിച്ചിട്ടാണ് ഇവരെ വേറൊരു ഷോട്ടുണ്ട്. ഒരു ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഷിപ്പിൻ്റെ ടിപ്പിൽ അവർ നിൽക്കുന്ന ഒരു ഷോട്ട് വരുന്നുണ്ട്. അത് ഈ ഒരു ഇമേജിനെ CG കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച്
ഷിപ്പിൻ്റെ ടിപ്പിൽ പ്ലേസ് ചെയ്ത് കൊണ്ടെടുത്ത ഒരു കമ്പ്യൂട്ടർ ഇമേജാണ്. എന്നാൽ ആ കാണുന്ന സ്കൈയുടെ ഇമേജ് ഒറിജിനലാണ്. ആ ഒറിജിനലിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി കാത്തിരുന്നെടുത്ത നിമിഷങ്ങളായിരുന്നു അത് എന്ന് പറയുന്നു. ലോക പ്രശസ്തമാണ് ആ ഒരു ഇമേജ്. പലയിടത്തും റെഫറൻസായി വന്നിട്ടുണ്ട്. പോസ്റ്ററുകളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടത് ആ ഒരു ഇമേജാണ്. ടൈറ്റാനിക് ഞാൻ എൻ്റെ സ്കൂൾ പരുവത്തിൽ, അതായത് 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ സമയത്ത് തിയേറ്ററിൽ പോയി തിരുവനന്തപുരം ശ്രീപത്മനാഭയിൽ കുടുംബത്തോടൊപ്പം പോയി ഇരുന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അറിയില്ല. കപ്പൽ 3 രംഗങ്ങൾ മാത്രം നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടു. അന്ന് ഹൗസ്ഫുൾ ആയിരുന്നു. വളരെ കാലം ഓടിയ ഒരു ഇത് തന്നെയാണിത്, സിനിമയാണ്. പിന്നെ അടുത്തൊരു സീനുണ്ട്, നമ്മളെ ബിലി സെയിൻ, അതായത് കാൾ, നമ്മുടെ റോസിൻ്റെ മുറച്ചെറുക്കൻ എന്നൊക്കെ ഇവിടെ എല്ലാവരും പറയാറുണ്ട്. റോസിൻ്റെ ഭാവി വരനായ ആ ഒരു കാളിൻ്റെ മുഖത്തേക്ക് റോസ് കാക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട്. അതും വളരെ കാണുമ്പോൾ ഇത്തിരി കൊള്ളുന്ന ഒരു സീനാണ്. ഇത് ശരിക്കും സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു സീനല്ല. സ്ക്രിപ്റ്റിൽ ഇതിന് പകരം ഒരു ഹെയർ പിന്ന് വെച്ച് ഇയാളെ കുത്തി നോവിക്കുന്ന സീനാണ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നത്. അതിനെ മാറ്റിയിട്ടാണ് അതിന് മാറ്റിയത് വേറെ ആരുമല്ല, നമ്മുടെ കെയ്റ്റ് തന്നെയാണ് ഡയറക്ടറിനോട് പറഞ്ഞത്, നമുക്ക് അതിന് പകരം ഇങ്ങനെ തുപ്പുന്നതായിക്കൂടെ എന്ന് പറഞ്ഞു. ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു, അത് സമ്മതിച്ചു. അങ്ങനെ ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടും ആ ഒരു ഷോട്ട് ശരിയാവാതെ വന്നു. അങ്ങനെ തുപ്പി കെയ്റ്റിൻ്റെ വായിലെ വെള്ളം പറ്റി. അതാണ് സത്യം, യഥാർത്ഥം നടന്ന കാര്യമാണ്. കെയ്റ്റിൻ്റെ വായിലെ വെള്ളം പറ്റി. തുപ്പലുകൾ ഏറ്റ് നമ്മളെ ബില്ലി സെയിൻ എന്ന് പറയുന്ന ആ ഒരു നായകൻ്റെ ഫേസും വല്ലാതെയായി. അദ്ദേഹത്തിന് വളരെ മടുപ്പ് തോന്നി ആ സീനിനോട്. കാരണം അത്രത്തോളം തുപ്പേണ്ടി വന്നു ആ മുഖത്തേക്ക്. അങ്ങനെ ഒടുവിൽ അവർ ആ കെയ്റ്റിൻ്റെ വായിലേക്ക് ഒരു ലൂബ്രിക്കൻ്റ് കൊടുത്തൊരു സംഭവം ഒഴിച്ചിട്ടാണ് ആ ലാസ്റ്റ് തുപ്പുന്ന സീൻ ഷൂട്ട് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥ തുപ്പലല്ല, അതൊരു തരം ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് ചെയ്തതാണ്. കാരണം ഒരുപാട് റീടേക്ക് എടുത്ത് വായിൽ തുപ്പലില്ലാത്ത ഒരവസ്ഥ വന്നു. അതും രസകരമായൊരു സംഭവമാണ്. അതും ആ സമയത്ത് മോഡിഫൈ ചെയ്ത സീനുകളിലൊന്ന് തന്നെയാണ്. ഇനി ഏറ്റവും അവസാനമായി ഷൂട്ട് ചെയ്ത സീനാണ് നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ മരണം വരുന്ന ആ ഒരു രംഗം. ക്യാപ്റ്റൻ സ്മിത്ത് മരിക്കുന്ന സീൻ വളരെ ഭീകരമായ ഒരു രംഗമാണ്. തൻ്റെ റൂമിലേക്ക് കയറി, തൻ്റെ സ്റ്റിയറിംഗ് ഉള്ള റൂമിലേക്ക് കയറി 4 ദിക്കിൽ നിന്നും ഗ്ലാസ് പൊട്ടി വെള്ളം അയാളെ വന്ന് വിഴുങ്ങുന്ന ആ ഒരു സീൻ, അത് വളരെ ഭീകരമാണ്. റിയലായിട്ട് ഷൂട്ട് ചെയ്ത സീനാണ്. നമ്മളെ ആ ഒരു കഥാപാത്രം, ആ വൃദ്ധനായ ആ ഒരു കഥാപാത്രം ജീവിതത്തിലെ ഏറ്റവും അധികം ഭയന്ന രംഗം അതാണ് എന്നാണ് പറയുന്നത്. കാരണം എന്തും സംഭവിക്കാമെന്നുള്ള അതിഭീകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. താൻ ജീവിതത്തിൽ ഇതിനപ്പുറം ഭയന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സീനാണത്. ഒരു ഡ്യൂപ്പിനെ ഉപയോഗിച്ചു. ഫൈനൽ ഷോട്ടിൽ വെള്ളം വരുമ്പോൾ നിൽക്കുന്നത് ഒരു ഡ്യൂപ്പാണ്. പക്ഷെ അതുവരെ അവിടെ നിന്ന് അഭിനയിച്ചത് നമ്മുടെ കഥാപാത്രം തന്നെയാണ്. അത് സിനിമയുടെ അവസാനം ഷൂട്ട് ചെയ്ത ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ ക്യാമറാസ് ഉപയോഗിച്ചിരുന്നു. ഒറ്റ ഷോട്ടേ ചെയ്യാൻ പറ്റൂ. പല ഷോട്ടുകളും ഒറ്റ ഷോട്ടേ ചെയ്യാൻ പറ്റൂ. കാരണം ആ ഷോട്ടിന് ശേഷം സെറ്റ് മൊത്തത്തിൽ ഇല്ലാതാകും. അതുകൊണ്ട് ഒറ്റ ഷോട്ടിൽ തന്നെ ചെയ്യണം. പിന്നെ അവസാന നിമിഷങ്ങളിൽ നമ്മളെ കടലിൽ കിടന്ന് ജീവന് വേണ്ടി നിലവിളിക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ തന്നെ വിചാരിക്കും എത്ര കഥാപാത്രങ്ങൾ നല്ല ആഴമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കിടന്ന് ജീവന് വേണ്ടി പോരാടുകയാണ്, എന്ത് ആഴമുള്ള കടലാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ശരിക്കും അവർ കിടക്കുന്ന ആ ഒരു അത് സെറ്റാണ്, അതൊരു ടാങ്കാണ്. ആ ടാങ്കിൽ വെള്ളം നിറച്ച് ആ സെറ്റിനുള്ളിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നിറച്ച സെറ്റിൻ്റെ ശരിക്കുള്ള ആഴം ഏകദേശം എത്രയോ അടികൾ 3 അടി 4 അടി ഹൈറ്റുള്ളൂ. ഏച്ച് നിന്നാൽ ആ ക്യാരക്ടേഴ്സ് എണീറ്റ് നിന്നാൽ അവരുടെ നെഞ്ചളവ് പൊക്കം മാത്രമേ അതിലെ വെള്ളമുള്ളൂ. അതിൽ കിടന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആഴമുള്ള കടലായി അഭിനയിക്കുന്നത്. നമുക്കൊരിക്കലും അത് കണ്ടാൽ തോന്നുകയില്ല, വലിയ ആഴമുള്ള ടാങ്കാണെന്നേ തോന്നും. ഒട്ടും ആഴമില്ലാത്ത, നെഞ്ചളവിന് മാത്രം വെള്ളം വരുന്ന, അല്ലെങ്കിൽ ഇടുപ്പോളം മാത്രം വെള്ളം വരുന്ന ചെറിയ വെള്ളം നിറച്ച ചെറിയ ടാങ്കുകളിലാണ് ആ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയും രസകരമായ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഷൂട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് വളരെ ദുർഘടമായ ഒരു ഷൂട്ടിംഗ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സെക്കൻഡ് ഹാഫ് എല്ലാം ഡിസാസ്റ്റർ സീൻസാണ്. ഈ ഡിസാസ്റ്റർ സീൻസൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് അപകടങ്ങൾ പലർക്കും സംഭവിച്ചു. ക്രൂവിലുള്ള ഒരുപാട് പേർക്ക് അപകടങ്ങൾ, രോഗങ്ങൾ വരാൻ കാരണമുണ്ട്. കാരണം മണിക്കൂറുകളോളം തണുത്ത വെള്ളത്തിൽ നിന്നാണ് ഇവർ ഷൂട്ടിംഗ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല ക്രൂവിലുള്ള പല ആളുകൾക്കും ഫ്ലൂ പിടിച്ചു, പിന്നെ കിഡ്നി ഫെയിലുവർ ഉണ്ടായി, പല അസുഖങ്ങളും പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സ്കിൻ ഡിസീസൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇതിലേറ്റവും ബാധിക്കപ്പെട്ടത് വേറെ ആരുമല്ല, നമ്മളെ നായികയായിട്ടുള്ള കേറ്റ് വിൻസ്ലെറ്റ് ആണ്. കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സിനിമയിൽ ബാക്കി എല്ലാവരും ഓവർ കോട്ടും മറ്റേ പ്രൊട്ടക്ഷൻ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുമ്പോൾ കേറ്റ് പല സീനുകളിലും ഒരു സിംഗിൾ ഗൗണ് മാത്രമാണ് ധരിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സീനുകളുണ്ട്, കണ്ടറിയാം. സിംഗിൾ ഗൗൺ, ഈ ഒരു സിംഗിൾ ഗൗൺ അല്ല, ഈ ഗൗണ് ഇതേപോലത്തെ 24ഓളം ഗൗണുകൾ
ഇതിനു വേണ്ടി തച്ച് റെഡിയാക്കി വെച്ചിരുന്നു. അതിട്ടുകൊണ്ട് സിംഗിൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ ഇല്ലാതെ വെള്ളത്തിലിറങ്ങുന്ന ഒരു നടിയാണ് ഇത്. അതുകൊണ്ട് കെയ്റ്റിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ ഡിക്കാപ്രിയോയുടെ തോളെല്ലിനൊക്കെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഒരു ഷോട്ടിൽ. പിന്നെ കെയ്റ്റ് പറയുകയുണ്ടായി, ഇനി ഒരിക്കലും ക്യാമറോണിനോട് ഇങ്ങനെ വർക്ക് ചെയ്യില്ല, ജെയിംസ് ക്യാമറോണിനോട് വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിലും വളരെ വലിയൊരു തുകയോടുകൂടിയേ തുക തന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യൂ എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിക്കുകയാണ് ചെയ്തു. വീണ്ടും ജെയിംസ് ക്യാമറോണിന്റെ ഒരു സിനിമയിൽ കെയ്റ്റ് വരികയാണ്. 2022 അവതാർ 2 കെയ്റ്റ് വിൻസ്ലെറ്റ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വൻ തുക കൊടുത്ത് തന്നെയായിരിക്കും അവരും വന്നത്. കാരണം ആക്ഷൻ മൂവീസിൽ ഏറ്റവും കിടിലം എന്ന് ഞാൻ ആക്ഷൻ മൂവി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ജെയിംസ് ക്യാമറോണിന്റെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ലിയോണാർഡോ ഡിക്കാപ്രിയോ ഈ സിനിമയ്ക്കൊടുവിൽ പറയുകയുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എന്നിട്ട് സിനിമ റിലീസായി. 1997 നവംബർ മാസം വേൾഡ് വൈഡ് റിലീസ് സംഭവിക്കുകയാണ് സിനിമയ്ക്ക്. ഇതൊരു 1.5 ഹിറ്റായിരുന്നു. 20 കോടി US$ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ സിനിമ ടോട്ടൽ കളക്ഷൻ 219 കോടി US$ ആയിരുന്നു കളക്ഷൻ. ഏകദേശം 11 ഇരട്ടിയോളം കാശ് വാരുകയാണ് ടൈറ്റാനിക് ചെയ്തത്. പല തിയേറ്ററുകളിലും മാസങ്ങളോളം കണ്ടിന്യൂസ് ആയി ഓടി ഫിലിമിനൊക്കെ കംപ്ലൈൻറ്റ് സംഭവിച്ച് പാരമൗണ്ട് പിക്ചേഴ്സ് വീണ്ടും ഫിലിം റീൽസ് കൊടുത്ത് റീപ്ലേസ് ചെയ്തു. ഒരു തിയേറ്ററിലേക്ക് തന്നെ പല പുതിയ പ്രിന്റ് അയക്കേണ്ട ഒരവസ്ഥ വന്നു. കാരണം ഒരു പ്രിന്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം ഓടി കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. 97 ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, ഡിജിറ്റൽ പോലെയല്ല. കാരണം ഓരോ ഷോട്ടുകളും അത്ര ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ വളരെ കുറച്ച് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ളൂ. പിന്നെ അതിൽ പറയാത്തൊരു കാര്യം, നമ്മുടെ സെലീൻ ഡിയോണിൻ്റെ വേറൊരു കേസുണ്ട്, രസകരമായ ഒരു സംഭവം. നമുക്കെല്ലാം അറിയാം, മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന് പറയുന്ന ഒരു സോങ് ഈ സിനിമയ്ക്കകത്തുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണ്. എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മൈ ഹാർട്ട് വിൽ ഗോ ഓൺ സെലീൻ ഡിയോൺ പാടി ജെയിംസ് ഹോണർ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓസ്കാർ അവാർഡ് കിട്ടി ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിൻ്റെ ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയ ഒരു സോങ്ങാണ്. ഈ സോങ്ങിൻ്റെ കഥ പറയുകയാണ്, ജെയിംസ് ക്യാമറോണിന് 100% ഈ സിനിമയ്ക്കകത്ത് ഒരു പാട്ട് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു സംവിധായകൻ ജെയിംസ് ക്യാമറോൺ. ജെയിംസ് ഹോണർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഒന്ന് പറഞ്ഞു നോക്കി, നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ഇട്ടാലോ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും വേണ്ട, ഈ സിനിമയ്ക്കകത്ത് പാട്ട് വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ഒറിജിനാലിറ്റി പോകും എന്ന് പറഞ്ഞു. പക്ഷേ ക്യാമറോൺ അറിയാതെ ജെയിംസ് ഹോണർ ഇങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുകയും സെലീൻ ഡിയോനെ പാടാൻ വിളിക്കുകയും ചെയ്തു. സെലീൻ ഡിയോണിന് പാട്ട് കേട്ടു, സെലീൻ ഡിയോന് മ്യൂസിക് കേട്ടു, ട്രാക്ക് കേട്ടു. സെലീൻ ഡിയോന് ഇഷ്ടപ്പെട്ടില്ല. സെലീൻ പറഞ്ഞു, എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം ഈ പാട്ട് അവർ പാടി നോക്കിയതാണ്. ഒരു ഡെമോ പാടി നോക്കാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒരു തവണ ഈ പാട്ട് ഒരു ഡെമോ ആയിട്ട് ഒന്ന് പാടി നോക്കി. ഈ ഡെമോ പാടിയ പാട്ടാണ് ഒരിക്കൽ അവർ പാടിയുള്ളൂ. ആ ഡെമോ പെർഫെക്റ്റ് ആയിരുന്നു, ജെയിംസ് ഹോണറിന് ഇഷ്ടപ്പെട്ടു. അവർ ഡെമോ പാടിയ പാട്ട്, ട്രയൽ പാടിയ ആ പാട്ടാണ് നമ്മൾ ഇന്ന് ലോകം മുഴുവൻ കേൾക്കുന്ന മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന് പറയുന്ന ആ പാട്ട്. ഈ സിനിമയുടെ എൻഡ് ടൈറ്റിലും അല്ലാതെ ആൽബമായിട്ടും വരുന്നത് ഇവർ സെലീൻ ഡിയോൺ താല്പര്യമില്ലാതെ ഇഷ്ടമില്ലാതെ ട്രയലായി പാടിയ ഈ പാട്ടാണ് ഇതിൽ വരുന്നത്. അത് മറ്റൊരു രസകരമായ കാര്യമാണ്. ഇഷ്ടത്തോടെ പാടിയെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ കെയ്റ്റ് വിൻസ്ലെറ്റ് എന്ന് പറയുന്ന നടി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ പറയുകയുണ്ടായി, അവർക്ക് ഈ പാട്ട് തീരെ ഇഷ്ടമല്ല എന്ന് പറയുകയുണ്ടായി. നായികയായി വന്ന കെയ്റ്റിന് ഈ പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഡിക്കാപ്രിയോയും കെയ്റ്റും ലോകപ്രശസ്തരാണ് ഈ സിനിമ. കാരണം അവർ വേൾഡ് ഫേമസ് ആണെങ്കിൽ പോലും ഇവർക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ, ഇവർ ചെയ്ത ഈ രണ്ട് ജാക്കും റോസ്, ഈ രണ്ട് ക്യാരക്ടറിനോട് അവർക്ക് പേഴ്സണലി താല്പര്യം കുറവാണ്. അതാണ് സത്യം. ജാക്ക് പറഞ്ഞു, അതായത് ഡിക്കാപ്രിയോ പറഞ്ഞു, ഞാൻ ചെയ്ത ഒരു പൊട്ടൻ്റെ കഥാപാത്രമാണ് ടൈറ്റാനിക്കിലുള്ളത്. അതുപോലെ കെയ്റ്റ് പറയുകയാണ്, എൻ്റെ അമേരിക്കൻ ആക്സെൻറ്റ്, എൻ്റെ അമേരിക്കൻ സ്ലാങ് ഈ സിനിമയിൽ ഒട്ടും ശരിയായിട്ടില്ല. അവർ ബ്രിട്ടീഷ് നടിയാണ്, അവരുടെ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ഈ സിനിമയിൽ വളരെ ബോറാണ് എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ദോ ദേ ആർ വേൾഡ് ഫേമസ് ത്രൂ ദീസ് ക്യാരക്ടേഴ്സ്, അതാണ് സത്യം. പിന്നെ സിനിമയുടെ മറ്റ് പ്രത്യേകതകൾ വേറൊന്നുമല്ല. സിനിമ അവസാനം സിനിമയുടെ 2012 ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ച് 2012 ഈ സിനിമയെ ഒന്ന് 3D വെർഷനിലേക്ക് കൺവേർട്ട് ചെയ്തിറക്കുകയുണ്ടായി. IMAX 3D, റിയൽ 3D
വെർഷനിലേക്ക് കൺവേർട്ട് ചെയ്തു ജെയിംസ് ക്യാമറോൺ ടീമും തന്നെ. ഏകദേശം സിനിമ ഇറങ്ങിയല്ല, ടൈറ്റാനിക്കിൻ്റെ യഥാർത്ഥ ദുരന്തം 1912 100-ാം വാർഷികം 2012 ടൈറ്റാനിക്കിൻ്റെ 3D ഇറങ്ങിയത്. ഞാൻ കണ്ടു 3D വെർഷൻ. അതിമാരകമായി തന്നെയാണ് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും നല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം വളരെ എഫക്റ്റീവാണ്. ടൈറ്റാനിക്കിൻ്റെ 3D എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സെറ്റപ്പിലാണ്. ഇത് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സെയിം കമ്പനിയെ വിളിച്ച് ജുറാസിക് പാർക്കിൻ്റെ 3D ഇറക്കാൻ സ്റ്റീവൻ സ്പിൽബർഗ് ട്രൈ ചെയ്തു. അതും ഇറങ്ങി. ഇത് രണ്ടും വളരെ മികച്ച രീതിയിലാണ്. 3Dയിൽ ഷൂട്ട് ചെയ്ത സിനിമയല്ല, 3Dയിലേക്ക് കൺവേർട്ട് ചെയ്ത ഫിലിമിലുള്ള സിനിമയാണ്. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. പക്ഷേ കിടിലമായിരുന്നു, സൂപ്പറായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള സിനിമ. അങ്ങനെ ലോകമെങ്ങും ഒരു വൻ തരംഗമായി മാറി, ഒരു ഹൈ സക്സസ് ആയിരുന്നു ടൈറ്റാനിക് എന്നുള്ള മൂവി. പിന്നെ അതേപോലെ എന്തൊക്കെ ലോകം മുഴുവൻ ഇത്രയും വലിയ സെൻസേഷണൽ സംഭവമായി മാറിയിട്ടും IMDb റേറ്റിംഗ് 7.8 മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് തികച്ചും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. തീരെ അത്ര ഒന്നും കൊള്ളാത്ത മൂവീസിനൊക്കെ 8.7ഉം 8.8ഉം കൊടുക്കുന്ന IMDbക്ക് എന്തുകൊണ്ട് ഇത് പറ്റി എന്ന് എനിക്ക് IMDb അല്ല വോട്ടിംഗ് പ്രകാരം 7.8 മാത്രമാണ് ടൈറ്റാനിക്കിൻ്റെ റേറ്റിംഗ് വരുന്നത്. അത് അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു സിനിമയാണ്, എന്നെ ഇമോഷണലി വളരെ ടച്ച് ചെയ്തൊരു സിനിമയാണ്. വർക്ക് ബേസ് നോക്കിയാലും ക്ലാപ്പ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ജെയിംസ് ക്യാമറോൺ ഒരു ഇതിഹാസം തന്നെയാണ് എന്ന് സമ്മതിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഒരു പെർഫെക്റ്റ് 100% ഹാർഡ് വർക്കിൻ്റെ ഫലം തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കണ്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയെ വെറുതെ നിങ്ങൾ കണ്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് പോലെ കാണേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ മറ്റൊരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സോ ടൈറ്റാനിക്കിൻ്റെ ട്രിവിയ കുറച്ച് രസകരമായ കുറച്ചേ പറയാൻ പറ്റൂ. കാരണം 100 കണക്കിന് കാര്യങ്ങൾ, 400ഓളം രഹസ്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് രസകരമായുള്ളത്. ഇതെല്ലാം പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് രസകരമായ അറിവാണ് എങ്കിൽ നിങ്ങൾ ടൈറ്റാനിക് ദയവ് ചെയ്ത് ഒന്നുകൂടെ നല്ല ക്വാളിറ്റിയിൽ ഒന്നുകൂടെ കാണുക. എന്നിട്ട് എൻ്റെ റിവ്യൂ അല്ല, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.